ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാറ്ററിംഗ് പ്രോബ്ലം ഇൻ ലബോറട്ടറി കോർഡിനേറ്റ്. സ്കാറ്ററിംഗ് പ്രോബ്ലം ഇൻ ലബോറട്ടറി കോർഡിനേറ്റ്. ലബോറട്ടറി കോർഡിനേറ്റും സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇവിടെ സ്കാറ്ററിംഗ് ആംഗിൾ ഒരു ലബോറട്ടറി കോർഡിനേറ്റ് വെച്ച് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ ഒരു സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റവും അതുപോലെ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്യും, മേക്കപ്പ് ചെയ്യും. അതിൻ്റെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ റൂദർഫോർഡ് എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഇവിടേക്ക് വരുന്നു. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്, ന്യൂക്ലിയസും പോസിറ്റീവാണ്. സോ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ലോവർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, പാർട്ടിക്കിൾ എന്ത് ചെയ്യും, റിപ്പൾസീവ് നേച്ചറിലായിട്ട് എന്ത് ചെയ്യും, റിപ്പൾസീവ് അതായത് സ്കാറ്റർ ചെയ്തു പോകും. ഓക്കെ, ഇതിനാണ് എന്ത് ചെയ്യുക, സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ ഞാനൊരു റെഫറൻസ് ലൈൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. റെഫറൻസ് ലൈന്. അപ്പോൾ റെഫറൻസ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കേസിലുള്ള ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം അതുപോലെ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഇതാണ് നമ്മൾ റെഫറൻസ് ലൈൻ എന്നുള്ളത്. ഇതാണ് സ്കാറ്റർ ചെയ്തു പോകുന്ന ഡയറക്ഷൻ, അതായത് ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി നമ്മൾ ലാബ് കോർഡിനേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്കാറ്റർ ചെയ്തു പോകുന്ന ഡയറക്ഷനും ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളിന് പറയുന്ന പേരാണ് ലബോറട്ടറി കോർഡിനേറ്റ് തീറ്റ എൽ എന്ന് പറയാം. അതായത് സ്കാറ്ററിംഗ് ആംഗിൾ നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്കാറ്റർ ചെയ്തു പോകുന്ന ഡയറക്ഷൻ, അതായത് ഇതാണ് ആ ഡയറക്ഷൻ, ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഡയറക്ഷനും അവ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഈ തുടക്കത്തിലുള്ള പോയിന്റ്, അത് റെഫറൻസ് ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒന്നാണ്. സ്കാറ്റർ ചെയ്തു പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫൈനലിലുള്ള പൊസിഷൻ. അപ്പോൾ ഇവിടെ ഇതിന് പാരലായിട്ട്, ഈ ലൈനിന് പാരലായിട്ട് നമ്മളൊരു ലൈന് നമുക്ക് ഈ റെഫറൻസ് ലൈനിലേക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് ഇതുപോലെ ഇതുപോലെ ഒരു ലൈൻ നമ്മൾ വരക്കാണ്. സോ ഈ ഒരു ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഇൻസിഡൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനാണ് സ്കാറ്റർ ചെയ്തു പോകുന്ന ഡയറക്ഷൻ. അവ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഈസ് തീറ്റ എൽ. എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ തീറ്റ എൽ. ഇനി ഒരു വൺ ബോഡി പ്രോബ്ലം, അതായത് സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട്, സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൺ ബോഡി പ്രോബ്ലമാണ്. ആ ഒരു അതായത് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് മാസ്. ആ ഒരു കേസിൽ ഇതിൻ്റെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളും, ഈ ഒരു പൊസിഷനിലാണ് ആൽഫ പാർട്ടിക്കിൾ, ഈ ഒരു പൊസിഷനിലുള്ള ആൽഫ പാർട്ടിക്കിളും തമ്മിലുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ. അപ്പം അതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആംഗിൾ, സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിക്കാണ്ട് നമ്മൾ സ്കാറ്ററിംഗ് ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ചേഞ്ചിങ്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ വരക്കുകയാണെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ ഇവ തമ്മിൽ ഒരു ആംഗിൾ. ഓക്കെ, ഇറ്റ് വിൽ ബി ചേഞ്ച്, കാരണം ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ചേഞ്ച്. സോ ഈ ഡയറക്ഷന് പറയുന്ന പേരാണ് സ്കാറ്ററിംഗ് ആംഗിൾ ബൈ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ട് നമ്മൾ സ്കാറ്ററിംഗ് ആംഗിൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആംഗിൾ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഡയറക്ഷൻ ഓഫ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഇതിനാണ് നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടുള്ള സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയുക.
ദിസ് മെഷേർഡ് ഇൻ ദ ലബോറട്ടറി കോർഡിനേറ്റ്സ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ എൽ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഡയറക്ഷൻ ഓഫ് ദ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ. ഇനി നമ്മൾ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട് സ്കാറ്ററിംഗ് ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് റിലേറ്റീവ് വെക്ടർ ബിറ്റ്വീൻ ദ ടു പാർട്ടിക്കിൾസ്. അത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡയറക്ഷൻ തമ്മിലുള്ള അതും റെഫറൻസ് റിലേറ്റീവ് വെക്ടർ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിലേറ്റീവ് വെക്ടർ എന്ന് പറയുന്നത്, അതായത് റെഫറൻസ് ലൈന്, അവ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതിനാണ് നമ്മൾ എന്താ പറയുക സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ സ്കാറ്ററിംഗ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തീറ്റ എൽ ആൻഡ് ഫൈ, ഇതാണ് നമുക്കിനി കാണാനുള്ളത്. ഓക്കെ, നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, M1 M2. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒറിജിൻ, രണ്ട് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒറിജിനിൽ നിന്ന് M1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ R1 ആയിട്ട് എടുക്കുന്നു. ഒറിജിനിൽ നിന്ന് M2ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ R2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഈ രണ്ട് മാസിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് വരുന്നത് ക്യാപിറ്റൽ M എന്ന് പറയുന്ന പോയിന്റിലാണ്. അതിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇനി M1ഉം M2ഉം തമ്മിലുള്ള ഡിഫറൻസ് അത് ഞാൻ R എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ്. എമ്മിൽ നിന്ന് സ്മോൾ M1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ R1 ആക്കി എടുക്കുന്നു. ഇത് വെക്ടർ നൊട്ടേഷനായിട്ടാണ് ഞാൻ എഴുതുന്നത്. സോ R1 ഡാഷ് ആയിട്ട് കൊടുത്തു, കാരണം R1 ഇവിടെ R1 നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ R1 ഡാഷ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ R1 ഡാഷ് വെക്ടർ ക്വാണ്ടിറ്റി. എമ്മിൽ നിന്ന് M2ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 വെക്ടർ, അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ R2 ഡാഷ് വെക്ടർ. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് R1 ഈക്വൽ ടു ക്യാപിറ്റൽ R പ്ലസ് R1 ഡാഷ് വെക്ടർ ക്വാണ്ടിറ്റിയാണ് R1 ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ R1 ഈക്വൽ ടു ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് R1 ഡാഷ് എന്നതാണ്. ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയുടെ ടേംസിൽ കിട്ടും. സോ V1 ഈക്വൽ ടു ക്യാപിറ്റൽ V പ്ലസ് V1 ഡാഷ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഈ ഫിഗറിന് നമ്മളൊരു വെക്ടർ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക്, അതായത് ഇവിടെ നോക്കാം, ഇത് നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിനെ ഈ വെക്ടർ ക്വാണ്ടിറ്റിന് ഈ വെക്ടർ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവരികയാണ്. അതായത് ഇതിൻ്റെ ഈ പോയിന്റ് ഇവിടെ എത്തുന്ന രീതിയിൽ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് തീറ്റ എൽ, ഇതെന്തായിരിക്കും ഈ ആംഗിൾ തന്നെയായിരിക്കും ഫൈ. അങ്ങനെ ഒരു നൊട്ടേഷനിലേക്ക് ഞാൻ ഈ ഫിഗറിൽ നിന്ന് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വെക്ടർ റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ഒരു ഫിഗർ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിഗർ ഇതുപോലെ വരും. ഇതാണ് നമ്മളെ തീറ്റ എൽ എന്ന് പറയുന്നത് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം. ഇത് നമ്മളെ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിക്കൊണ്ടുള്ള ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെക്ടർ ഇല്ലുസ്ട്രേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈന് തമ്മിൽ കണക്ട് ചെയ്യുന്നു. ദെൻ ഇതിന് പാരലായിട്ടുള്ള ഒരു ലൈന് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, പാരലായിട്ടൊരു ലൈന്. ദെൻ ഈ റെഫറൻസ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് ഞാൻ ഇവിടുന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഡോട്ടഡ് ലൈനായിട്ടാണ് മാറ്റുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഞാൻ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ തീറ്റ എൽ ഫൈ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നു. ഇനി ഒറിജിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി. ഞാനിതിന് ഓരോ പോയിന്റ് കൊടുക്കുകയാണ്. O A B C D 4 ലൈൻ നമ്മൾ കൊടുത്തു. ഇത് വി എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ V1 എന്നുള്ള വെലോസിറ്റി ആക്കിയിരുന്നു.
സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട് ഞാൻ V1 ഡാഷ് എന്നുള്ള വെലോസിറ്റിയും കൊടുക്കുന്നു. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫൈ ആയിരിക്കും. കാരണം ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള ലൈനാണ്, ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന റെഫറൻസ് ലൈനിനെ കട്ട് ചെയ്ത് പോകുന്ന ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ O മുതൽ C വരെയുള്ള വെലോസിറ്റി VU ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ tan θ L is equal to tan θ L എന്ന് പറഞ്ഞാൽ ഫ്രം ഫിഗർ tan θ L is equal to θ L എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ AB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് OB എന്നതായിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ് വരില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ OB എന്ന് പറഞ്ഞാൽ OC പ്ലസ് CB എന്ന് എഴുതാം. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ലെങ്ത്ത് ഇത് V1 ഡാഷ് ആണ്, കാരണം ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ V1 ഡാഷ് തന്നെ ആയിരിക്കും ഇത്. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? V1 ഡാഷ് സൈൻ ഫൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ ആംഗിൾ ഫൈ ആണ്, ഈ ലെങ്ത്ത് V1 ഡാഷും ആണെങ്കിൽ ഈ CB എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? V1 ഡാഷ് കോസ് ഫൈ. അങ്ങനെയാണെങ്കിൽ റിലേഷൻ നമുക്ക് മാറ്റി എഴുതാം. tan θ L is equal to എന്ത് എഴുതാം? AB എന്ന് പറഞ്ഞാൽ V1 ഡാഷ് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ OC എന്ന് പറഞ്ഞാൽ V പ്ലസ് CB എന്ന് പറഞ്ഞാൽ V1 ഡാഷ് കോസ് ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ V1 ഡാഷ് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡഡ് ബൈ V1 ഡാഷ്. അപ്പോൾ നമുക്ക് tan θ L is equal to, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ tan θ L is equal to സൈൻ ഫൈ ഡിവൈഡഡ് ബൈ, കാരണം V1 ഡാഷ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ V ഡിവൈഡഡ് ബൈ V1 ഡാഷ് പ്ലസ് കോസ് ഫൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട് പൊസിഷൻ വെക്ടർ ഓഫ് R എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പൊസിഷൻ വെക്ടർ ഓഫ് R, അതായത് സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒന്നാമത്തെ അതായത് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം കൺസിഡർ ചെയ്തിരുന്നല്ലോ, ആ ഫിഗറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് M1 R1 ഡാഷ് പ്ലസ് M2 R2 ഡാഷ് ഇസ് ഈക്വൽ ടു M ഇൻറ്റു R എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇൻ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം. അതായത് പൊസിഷൻ വെക്ടർ R is 0. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 0. ഫ്രം ദിസ് M1 R1 ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് M2 R2 ഡാഷ്. ഓക്കെ, then R2 dash is equal to minus M1 R1 dash divided by M2. ഓക്കെ, ഇനി അതേ ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് R is equal to R1 dash മൈനസ് R2 dash എന്ന് നമുക്ക് എഴുതാം. കാരണം എന്ന് വെച്ചാൽ സാധാരണ പോസിറ്റീവായിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഫിഗറിലേക്ക് ഒന്ന് വരാം. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് R എന്ന് പറഞ്ഞാൽ M1ഉം M2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ R1 ഡാഷ് പ്ലസ് R2 ഡാഷ് ആയിരിക്കും. പക്ഷെ ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ R1 ഡാഷ് മൈനസ് R2 ഡാഷ് ആയിരിക്കും. കാരണം R1 ഡാഷിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? R2 ഡാഷ് പോകുന്നത്. അപ്പോൾ R is equal to R1 ഡാഷ് മൈനസ് R2 ഡാഷ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അതിന് മുമ്പ് എഴുതിയ ഇക്വേഷൻ ഉണ്ട്. M1 R1 പ്ലസ് M1 R1 ഡാഷ് പ്ലസ് M2 R2 ഡാഷ് ഇസ് ഈക്വൽ ടു M ഇൻറ്റു R. അത് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ R is equal to 0 എന്നുള്ള കേസ് എടുത്തിട്ടാണ് നമ്മൾ ആ റിലേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ R is equal to R1 ഡാഷ് മൈനസ് R2 ഡാഷ്. R2 ഡാഷ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് R1 ഡാഷ് പ്ലസ് M1 R1 ഡാഷ് ഡിവൈഡഡ് ബൈ M2. ഓക്കെ, ദെൻ R is equal to M2 R1 ഡാഷ് പ്ലസ് M1 R1 dash divided by M2. Okay, that is equal to M2 R is equal to M2 R1 dash plus M1 R1 dash. ഇവിടെ R1 dash രണ്ടിലും കോമൺ ആണ്. സോ M1 പ്ലസ്
m2 into r1 dash. From this equation, r1 dash is equal to m2 divided by m1 plus m2 into r. ഓക്കെ, ഈ റിലേഷൻ നമുക്കിവിടെ കിട്ടും. ഇതിനൊന്ന് ഡിഫറൻഷ്യൽ ചെയ്താൽ v1 ഡാഷ് ഇസ് ഈക്വൽ ടു m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു വി എന്നെഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. v1 ഡാഷിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു വി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളെ ഫിഗറിലേക്ക് നമ്മൾ വരികയാണ്. ഫസ്റ്റ് ഫിഗറിലേക്ക് ഇവിടെ ഒന്നാമത്തെ പാർട്ടിക്കിൾ അതിൻ്റെ മാസ് എന്നാണ് നമ്മൾ m1 ആയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ v0 ആക്കി എടുക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഞാൻ m2 ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ v0 ഡാഷ് ആക്കി എടുക്കുന്നു. അപ്പോൾ m1 v0 എന്നതാണ് ഒന്നാമത്തെ പാർട്ടിക്കിൾസിൻ്റെ മാസും വെലോസിറ്റിയും. രണ്ടാമത്തെ പാർട്ടിക്കിൾസ് അതായത് ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് m2 v2 0യും. ഓക്കെ, കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് m1 പ്ലസ് m2 ആയിട്ട് മാറും. വെലോസിറ്റി എന്ന് പറയുന്നത് v ആയിട്ടും ചേഞ്ച് ചെയ്തു. ഓക്കെ, കൊളീഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇതൊരു കൊളീഷൻ പ്രോസസ്സാണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ബൈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇനീഷ്യൽ മൊമെൻറ്റം പ്ലസ് അതായത് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഫോർ ദ വൺ പാർട്ടിക്കിൾ പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു ദ ബിഫോർ കൊളീഷൻ. അതായത് ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ്റെയും ആഫ്റ്റർ കൊളീഷൻ്റെയും തമ്മിലുള്ള അവിടെയുള്ള ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇവിടെ റെസ്റ്റിലുമാണ്. v0 എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും ഇനീഷ്യൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം വെച്ചുകൊണ്ടുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് m1 v0 പ്ലസ് m2 v0 ഡാഷ് ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു വി. ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ v0 ഡാഷ് ഇസ് ഈക്വൽ ടു 0. സോ m1 v0 is equal to m1 plus m2 into v. From this v is equal to m1 divided by m1 plus m2 into v0. This is equation number 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതി, ഇക്വേഷൻ നമ്പർ 2 എഴുതി, ഇക്വേഷൻ നമ്പർ 3 എഴുതി. ഇനി ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 3യും എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ തീറ്റ എൽ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ ഡിവൈഡഡ് ബൈ വി. വിക്ക് പകരം എന്ത് ചെയ്യാം? m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു v0 ഡിവൈഡഡ് ബൈ v1 ഡാഷ്. v1 ഡാഷ് എന്തായിരുന്നു? ബൈ ഇക്വേഷൻ നമ്പർ 2 m2 divided by m1 plus m2 into v. Okay, plus cos phi. ഓക്കെ, ഇവിടെ നോക്കാം. m1 പ്ലസ് m2 രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. സോ ടാൻ തീറ്റ എൽ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ ഡിവൈഡഡ് ബൈ m1 v0 divided by m2 v plus cos phi എന്നതായിട്ട് നമ്മളുടെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ തീറ്റ എൽ ആൻഡ് ഫൈ. തീറ്റ എല്ലും അതായത് ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടുള്ള സ്കാറ്ററിംഗ് ആംഗിളും സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ടുള്ള സ്കാറ്ററിംഗ് ആംഗിളും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളൊരു കേസ് കൊണ്ടുവരികയാണ്. കേസ് നമ്പർ സ്പെഷ്യൽ കേസ്, അതായത് if the collision is elastic collision എന്ന് പറഞ്ഞാൽ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ഈ സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം പാർട്ടിക്കിൾസ്. സോ v is equal to v0 എന്ന് നമുക്ക് എഴുതാം. കാരണം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 ആണ്, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. രണ്ടും ഈക്വൽ ആയിരിക്കും എപ്പോൾ? if the collision is elastic. So tan theta L is equal to
നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഫൈ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് കോസ് ഫൈ എന്ന് എഴുതാം. ഓക്കെ, അതായത് v0യും v ഇവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസ് നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് കേസ് നമ്പർ 1 ആണ്. ഇതിലൊരു സ്പെഷ്യൽ കേസ്, ഇഫ് m1 ഈക്വൽ ടു m2, രണ്ടിൻ്റെയും മാസ്, അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും മാസ്, നമ്മൾ രണ്ട് മാസ്സായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, രണ്ടിൻ്റെയും മാസ് ഈക്വൽ ആണെങ്കിൽ ടാൻ തീറ്റ എൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സൈൻ ഫൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ഫൈ. കാരണം m1 ഉം m2 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ഫൈ 2 കോസ് സ്ക്വയർ 5/2. ഓക്കെ, സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ 5/2 കോസ് 5/2 ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ 5/2. ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്തു, ഒരു കോസ് 5/2 ഒരു കോസ് 5/2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ സൈൻ 5/2 ഡിവൈഡ് ബൈ കോസ് 5/2, ദാറ്റ് ഈസ് ടാൻ 5/2. അപ്പോൾ ടാൻ തീറ്റ എൽ ഇസ് ഈക്വൽ ടു ടാൻ 5/2 എന്ന് വന്നു. ഫ്രം ദിസ് തീറ്റ എൽ ഇസ് ഈക്വൽ ടു 5/2. അതായത് ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടുള്ള ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് വെച്ചിട്ടുള്ള ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങിൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, എപ്പോൾ? ഇഫ് m1 ഇസ് ഈക്വൽ ടു m2. ഇനി അടുത്ത കണ്ടീഷനിലേക്ക് നമുക്ക് പോവാം. ഇഫ് m2 ഈസ് ഗ്രേറ്റർ ദാൻ m1, അപ്പോൾ ടാൻ തീറ്റ എൽ ഇസ് ഈക്വൽ ടു നമുക്കെങ്ങനെ എഴുതാം? സൈൻ ഫൈ ഡിവൈഡഡ് ബൈ എങ്ങനെ വരുന്നത്? m1 ഡിവൈഡ് ബൈ m2 ആണ് റേഷ്യോ വരുന്നത്. അതിൽ m2 എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ m1 ഡിവൈഡ് ബൈ m2 എന്ന് പറയുന്നത് ഈസ് അപ്രോച്ച് 0. ഓക്കെ, അപ്പോൾ 0 പ്ലസ് കോസ് ഫൈ, ദെൻ സൈൻ ഫൈ ഡിവൈഡ് ബൈ കോസ് ഫൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഫൈ. ഫ്രം ദിസ് തീറ്റ എൽ ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റവും അതുപോലെ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും ഈക്വൽ ആയിരിക്കും. എപ്പോൾ? ഇഫ് m2 ഇസ് ഗ്രേറ്റർ ദാൻ m1. നമ്മളെ റൂദർഫോർഡിൻ്റെ കേസ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നതും അതുപോലെ വരുന്ന ഏലിയൻ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നതും രണ്ടിൻ്റെയും മാസ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് വളരെ കൂടുതലാണെങ്കിൽ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതും ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടുള്ള സ്കാറ്ററിംഗ് ആംഗിളും അതുപോലെ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ടുള്ള സ്കാറ്ററിംഗ് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത കേസ്, ഇഫ് m1 ഈസ് ലെസ് ദാൻ m2 ഈസ് ലെസ് ദാൻ m1. m2 ഈസ് ലെസ് ദാൻ m1. m1 വളരെ കുറവ് ആസ് കമ്പയർഡ് ടു m2. സോ ടാൻ തീറ്റ എൽ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ ഡിവൈഡഡ് ബൈ, ഇവിടെ വരുന്നത് m1 ഡിവൈഡ് ബൈ m2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ m2 എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, m2 വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു m1. സോ ദിസ് വാല്യൂ വിൽ ബി ഗോ ടു ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റി അല്ല, m1 ഡിവൈഡ് ബൈ m2. m1 വളരെ കൂടുതലാണ് m2നേക്കാളും. സോ റിലേഷൻ നമ്മൾ അതുപോലെ തന്നെ ഇതാണ്, ദാറ്റ് ഈസ് m1 ഡിവൈഡ് ബൈ m2 പ്ലസ് കോസ് 5. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിനേക്കാളും കുറവായിരിക്കും ടാൻ തീറ്റ എൽ എന്നുള്ളത്. ഇൻഫിനിറ്റി ആവില്ല, ഇൻഫിനിറ്റിനേക്കാളും കുറവ്. ഇറ്റ് മീൻസ് ദാറ്റ് തീറ്റ എൽ ഈസ് വെരി ലെസ് ദാൻ ടു π/2. കാരണം ടാൻ π/2 ആണ് ഇൻഫിനിറ്റി ആവുക. അപ്പോൾ ഇൻഫിനിറ്റിനേക്കാളും കുറവെന്ന് പറഞ്ഞാൽ ആംഗിൾ എന്തായിരിക്കണം? π/2നേക്കാളും കുറയണം. അപ്പോൾ ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? π/2നേക്കാളും കുറവായിരിക്കും. എപ്പോൾ? ഇഫ് m2 ഈസ് ലെസ് ദാൻ m1 ആവുന്ന സമയത്ത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ നമ്മൾ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിലേഷൻ, അതായത് ലാബ് കോർഡിനേറ്റ് വെച്ചിട്ടും അതുപോലെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ വെച്ചിട്ട് സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ടും
അതായത് സിഗ്മ ഫൈ എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആംഗിൾ ഫ്രം സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം, സിഗ്മ തീറ്റ എൽ എന്ന് പറയുന്നത് ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടുള്ള സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കേസിൽ നോക്കുകയാണെങ്കിലും സ്കാറ്റർ ചെയ്തു പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്പർ ഈക്വൽ ആയിരിക്കും. ലബോറട്ടറി കോർഡിനേറ്റ് രണ്ട് സിസ്റ്റമാണ്, പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πn സിഗ്മ ഫൈ സൈൻ ഫൈ ഡി ഫൈ. നമ്മൾ ഓൾറെഡി പഠിച്ച റിലേഷനാണ് ബൈ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം. ഓക്കെ, ലബോറട്ടറി കോർഡിനേറ്റ് വെച്ചിട്ടും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2πn സിഗ്മ തീറ്റ എൽ സൈൻ തീറ്റ എൽ ഡി തീറ്റ എൽ. ഇത് നമ്മൾ ലബോറട്ടറി സിസ്റ്റം വെച്ചിട്ട് രണ്ട് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിലും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സെയിം ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഇക്വേറ്റഡ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ടേംസ് നമുക്ക് ഒഴിവാക്കാം. സിഗ്മ ഫൈ സൈൻ ഫൈ ഡി ഫൈ ഈക്വൽ ടു സിഗ്മ തീറ്റ എൽ സൈൻ തീറ്റ എൽ ഡി തീറ്റ എൽ. ഓക്കെ, ഫ്രം ദിസ് സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ ഫൈ സൈൻ ഫൈ ഡി ഫൈ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എൽ ഡി തീറ്റ എൽ എന്നെഴുതാം. ഈ ഇക്വേഷന് ഞാനൊന്ന് ലഘൂകരിച്ചിട്ട് ഈ രീതിയിലേക്ക് മാറ്റിയതാണ്. സിഗ്മ ഫൈ ഈക്വൽ ടു ഡി കോസ് ഫൈ ഡിവൈഡഡ് ബൈ ഡി കോസ് തീറ്റ എൽ. ദിസ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോസ് തീറ്റ എൽ വെച്ച് നമ്മൾ ഡിഫറൻസ് ചെയ്യുമ്പോൾ ഈ റിലേഷൻ നമുക്കിവിടെ കിട്ടും. ദറ്റ് ഈസ് സിഗ്മ തീറ്റ എൽ. ഓക്കെ, നമ്മൾ പാരലോഗ്രാം ലോ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ വെക്ടറിൻ്റെ ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് നമ്മൾ വരച്ചൊരു ഫിഗർ ഉണ്ട്. അതിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. അതായത് ഫിഗർ എന്ന് പറഞ്ഞത് ഫ്രം ദിസ് ഫിഗർ ഇതൊരു പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ V1 ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു V1 ഡാഷ് സ്ക്വയർ പ്ലസ് V സ്ക്വയർ പ്ലസ് 2V1 ഡാഷ് V കോസ് ഫൈ. ഇത് നമ്മൾ പാരലോഗ്രാമിൻ്റെ റിസൾട്ടൻ വെക്ടർ കാണാനുള്ള റിലേഷനാണ്. ഓക്കെ, അതുപോലെ ഒ പി ഈക്വൽ ടു ഒ സി പ്ലസ് സി ബി. ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ പി ഈക്വൽ ടു ഒ സി എന്ന് പറഞ്ഞാൽ വി, സി ബി എന്ന് പറഞ്ഞാൽ V1 ഡാഷ് കോസ് ഫൈ. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ ഇത് V1 ആണെങ്കിൽ ഈ റിസൾട്ട് നമ്മൾ V1 കോസ് തീറ്റ എൽ എന്ന് നമുക്ക് എഴുതാം. ഒ ബി, അതായത് ഒ എ ബി എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുകയാണ്. ആ ട്രയാങ്കിൾ ഇതിൽ V1 ആണ്, ഇത് ആംഗിൾ തീറ്റ എല്ലും ആണെങ്കിൽ ദിസ് ഒ ബി ഈക്വൽ ടു V1 കോസ് തീറ്റ എൽ. ഒ സി നമുക്കറിയാം വി ആണ്, സി ബി നമുക്കറിയാം V1 ഡാഷ് കോസ് ഫൈ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ പാരലോഗ്രാം ലോ വെച്ചിട്ട് V1 സ്ക്വയർ ഈക്വൽ ടു V1 ഡാഷ് സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് 2V1 ഡാഷ് V കോസ് ഫൈ എന്ന് നമുക്ക് കിട്ടി. അതുപോലെ ഒ ബി ഈക്വൽ ടു ഒ സി പ്ലസ് സി ബി. ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? V1 കോസ് തീറ്റ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ സി വി പ്ലസ് സി ബി V1 ഡാഷ് കോസ് ഫൈ. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ cos theta L is equal to V divided by V plus V1 dash cos phi divided by V. Okay, that is equal to V plus V1 dash cos phi all divided by V1. V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വൺ. അപ്പോൾ V1 ഡാഷ് സ്ക്വയർ പ്ലസ് V സ്ക്വയർ പ്ലസ് 2V1 ഡാഷ് V കോസ് ഫൈ സ്ക്വയർ റൂട്ട് ഉണ്ട്, ഓൾ റെസ്റ്റ് 1/2. ഓക്കെ, ഇനി ഇതിനെ ഡിവൈഡഡ് ബൈ V1 ഡാഷ് നമ്മൾ ചെയ്യാണ്. സോ കോസ് തീറ്റ എൽ ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ V ഡാഷ് പ്ലസ് കോസ് ഫൈ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ V1 ഡാഷ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 1 പ്ലസ്
വി ഡിവൈഡഡ് ബൈ വി വൺ ഡാഷ് സ്ക്വയർ പ്ലസ് 2v കോസ് ഫൈ ഡിവൈഡഡ് ബൈ വി വൺ ഡാഷ് ഓൾ റെസ്റ്റ് 1/2. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവിഷൻ ചെയ്യുന്നത്. ഇനി ലെറ്റ് പി ഈക്വൽ ടു വി ഡിവൈഡ് ബൈ വി വൺ ഡാഷ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. കോസ് തീറ്റ എൽ ഈക്വൽ ടു എങ്ങനെ എഴുതാം, പി പ്ലസ് കോസ് ഫൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി സ്ക്വയർ പ്ലസ് 2p കോസ് ഫൈ ഓൾ റെസ്റ്റ് ടു 1/2. കോസ് തീറ്റ അതിൽ കിട്ടി. ദെൻ ഇതിനെ നമുക്ക് 5 വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്യണം, കോസ് 5 വെച്ചിട്ട്. അപ്പോൾ ഇതിന് ഡിഫറൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ഇവിടെയും കോസ് 5 ന്യൂമറേച്ചറിലും വരുന്നുണ്ട്, ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്. സോ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഡിഫറൻഷ്യൽ ബൈ ഡിവിഷൻ, രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന കേസ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു കോസ് 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് പി കോസ് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി സ്ക്വയർ പ്ലസ് 2p കോസ് 5 ഓൾ റെസ്റ്റ് ടു 3/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഇക്വേഷൻ ഉണ്ട്, സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എൽ ഡിവൈഡ് ബൈ ഡി കോസ് 5. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ പി സ്ക്വയർ പ്ലസ് 2p കോസ് 5 ഓൾ റെസ്റ്റ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി കോസ് 5. നേരെ തിരിച്ചേക്കാൻ കോസ് 5 ഡിവൈഡ് ബൈ കോസ് തീറ്റ എല്ലാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് എഴുതണം. ഈ ഇക്വേഷനാണ് നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ദെൻ പി ഈക്വൽ ടു എന്തായിരുന്നു, വി ഡിവൈഡ് ബൈ വി വൺ ഡാഷ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ വി വൺ ഡാഷ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ സെക്ഷൻ, ഇതിന് തൊട്ട് മുമ്പുള്ള സെക്ഷനിൽ. ദാറ്റ് ഈസ് m1 v0 ഡിവൈഡ് ബൈ m2 v. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സോ സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ 5 1 പ്ലസ് m1 v0 ഡിവൈഡഡ് ബൈ m2 v ഓൾ സ്ക്വയർ പ്ലസ് 2 m1 v0 ഡിവൈഡ് ബൈ m2 v കോസ് 5 ഓൾ റെസ്റ്റ് ടു 3/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 v0 ഡിവൈഡ് ബൈ m2 v കോസ് 5. ഓക്കെ, ഈ ഇക്വേഷനിലേക്ക് കിട്ടി. ഇതിനൊന്ന് ബ്രാക്കറ്റ് ചെയ്യാം. ദെൻ നമ്മൾ കണ്ടീഷൻ കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്നാണത് ഇലാസ്റ്റിക് ആയിട്ടുള്ള കൊളീഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇലാസ്റ്റിക് ആണെങ്കിൽ v1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, v എന്ന് പറയുന്നത് v0ക്ക് ഈക്വൽ ആയിരിക്കും. സോ സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ 5 ഇൻറ്റു 1 പ്ലസ് m1 ഡിവൈഡ് ബൈ m2 ഓൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു m1 ഡിവൈഡ് ബൈ m2 കോസ് 5 ഓൾ റെസ്റ്റ് ടു 3/2 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഡിവൈഡ് ബൈ m2 കോസ് 5 എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇഫ് m2 ഈസ് ഗ്രേറ്റർ ദാൻ m1, m2 ഈസ് ഗ്രേറ്റർ ദാൻ 1, അങ്ങനെയാണെങ്കിൽ m1 ഡിവൈഡ് ബൈ m2 എന്ന് പറയുന്നത് എന്തിലേക്ക്, 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ 5 m1 ഡിവൈഡ് ബൈ m2 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട്, 0 ആയിട്ട് പോയി. ഓക്കെ, m1 ഡിവൈഡ് ബൈ m2 ഈസ് അപ്രോച്ച് 0. ദെൻ ഇവിടെ 0, ഇതും 0, ഇതും 0. അപ്പോൾ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1. അപ്പോൾ സിഗ്മ തീറ്റ എൽ ഈസ് ഈക്വൽ ടു സിഗ്മ 5 എന്നതിന് കിട്ടും ഇഫ് m2 ഈസ് ഗ്രേറ്റർ ദാൻ m1. ഇനി ഇഫ് m1 ഈക്വൽ ടു m2, അങ്ങനെയാണെങ്കിൽ റോസ് ഈക്വൽ ടു m1 ഡിവൈഡ് ബൈ m2 ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ ഫൈ. ദെൻ ഇവിടെ നോക്കാം, ഇക്വേഷനിൽ നോക്കാം, 1 + 1 2 2 + 2 × m1 / m2 × cos ഫൈ. ഓക്കെ, അതുപോലെ ഡിനോമിനേറ്ററിൽ 1 + 1 cos ഫൈ, അതായത് 1 + cos ഫൈ ഇവിടെ വരും. ഇവിടെ 2 + 2 cos ഫൈ, അതായത് ഈ രീതിയിലാണ് നമുക്ക് വരുന്നത് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 2 cos ഫൈ / 1 + cos ഫൈ, ഇവിടെ all raised to 3/2. ഓക്കെ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇനി m1 = m2 ആവുന്ന സമയത്ത് തീറ്റ എൽ എന്ന് പറഞ്ഞത് 5/2 ഈക്വൽ ആണ്. അപ്പോൾ ഈ കണ്ടീഷനും ഇതൊരു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ ഫൈ 4 cos തീറ്റ എൽ എന്നുള്ള ഇക്വേഷനിലേക്ക് കിട്ടും. ഫൈന് നമ്മൾ തീറ്റ 5/2 എന്നുള്ളത് ഫൈന് നമ്മൾ 2 തീറ്റ എൽ എന്നുള്ള ഇക്വേഷൻ വെച്ച് ഇവിടെ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, റീഅറേഞ്ച് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ സിഗ്മ തീറ്റ എൽ ഈക്വൽ ടു സിഗ്മ ഫൈ × 4 cos തീറ്റ എൽ എന്നുള്ള ഇക്വേഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സ്കാറ്ററിംഗ് ഓഫ് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ലബോറട്ടറി കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടുള്ള ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം വെച്ചിട്ടുള്ള ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും തമ്മിലുള്ള റിലേഷനും സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ താങ്ക് യു വെരി മച്ച്.